സാധാരണക്കാരൻ എവിടെയാണ് സുരക്ഷിതൻ? അസുഖം വന്നാൽ വിശ്വസിച്ചേൽപ്പിക്കേണ്ട സർക്കാർ സംവിധാനങ്ങൾ പോലും അവനെ മരണത്തിലേക്ക് തള്ളിവിടുമ്പോൾ നാം ആരെയാണ് വിശ്വസിക്കേണ്ടത്? വയറ്റിൽ കത്രികയുമായി വർഷങ്ങളോളം വേദന തിന്ന ഉഷ എന്ന അമ്മയുടെ കഥ കേരളം മറന്നിട്ടുണ്ടാകില്ല. പക്ഷേ ഇന്ന് ആ അമ്മയ്ക്ക് പുതിയൊരു ജീവിതം ലഭിച്ചിരിക്കുന്നു. അത് നമ്മുടെ സർക്കാർ സംവിധാനങ്ങളുടെ കരുണ കൊണ്ടല്ല, മറിച്ച് ആ അർദ്ധരാത്രിയിൽ KC വേണുഗോപാൽ നടത്തിയ ഒറ്റ ഇടപെടലാണ് ഇന്ന് ഉഷ എന്ന സ്ത്രീയുടെ ജീവന് കൈത്താങ്ങായത്. ആരോഗ്യമന്ത്രി ഒരു വട്ടം വിളിച്ചു, പിന്നെ ഒരു പ്രതികരണവും ഉണ്ടായില്ല. KC വേണുഗോപാൽ സാറിനും അമൃത ആശുപത്രിക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഉഷയുടെ മകനെത്തുമ്പോൾ എവിടെ നിങ്ങൾ ഒരുക്കുന്ന മികച്ച ആരോഗ്യ സംവിധാനങ്ങളെന്ന് സർക്കാരിനോട് ചോദിച്ചു പോവുകയാണ്. നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനെ കുറിച്ച് ഉഷയുടെ മകൻ പറഞ്ഞ വാക്കുകൾ ഓരോ മലയാളിയും ചിന്തിക്കേണ്ടതാണ്. ആരോഗ്യമന്ത്രി ഒരു വട്ടം വിളിച്ചു, പിന്നെ ഒരു പ്രതികരണവും ഉണ്ടായില്ല. കേൾക്കുമ്പോൾ നിസ്സാരമാണെന്ന് തോന്നാം, പക്ഷേ ആ മകന്റെ നിസ്സഹായാവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഭരണകൂടം കൂടെ ഉണ്ടെന്ന വാഗ്ദാനം കേവലം ഒരു ഫോൺ കോളിൽ ഒതുക്കുകയാണ് മന്ത്രി ചെയ്തത്. പ്രഖ്യാപനങ്ങൾക്കും PR വർക്കുകൾക്കും കുറവില്ലാത്ത നമ്മുടെ സംസ്ഥാനത്ത് ഒരു പാവപ്പെട്ട സ്ത്രീയുടെ ജീവൻ രക്ഷിക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ല എന്നത് ഗതികേടല്ലാതെ മറ്റെന്താണ്? മന്ത്രിയുടെ ഒരു കോളിന് ശേഷം ദിവസങ്ങളോളം കാത്തിരുന്നിട്ടും ലഭിക്കാത്ത ആ പരിഗണനയാണ് നമ്മുടെ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ പരാജയം. ഇവിടെയാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ എന്ന ജനപ്രതിനിധിയുടെ പ്രസക്തി. രാഷ്ട്രീയത്തിനപ്പുറം ഒരു മനുഷ്യന്റെ ജീവന് വില നൽകുന്ന ഇടപെടൽ. അർദ്ധരാത്രിയിൽ ഉഷയുടെ കുടുംബം സഹായത്തിനായി അദ്ദേഹത്തെ വിളിച്ചപ്പോൾ നോക്കാമെന്ന വാഗ്ദാനമല്ല അദ്ദേഹം നൽകിയത്. ഉടനടി അമൃത ആശുപത്രി അധികൃതരുമായി ബന്ധപ്പെടുകയും ആ അമ്മയുടെ ചികിത്സ ഉറപ്പാക്കുകയും ചെയ്തു. നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളെക്കുറിച്ച് നാം വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കാറുണ്ട്. പക്ഷേ ഉഷയുടെ അനുഭവം ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക മറന്നു വയ്ക്കുക, പിന്നീട് അത് പുറത്തെടുക്കാൻ മാസങ്ങളോളം ആ പാവപ്പെട്ടവളെ തെരുവിൽ സമരം ചെയ്യിപ്പിക്കുക, ഒടുവിൽ കൈമലർത്തുക. ഇതാണോ നാം കൊട്ടിഘോഷിക്കുന്ന നമ്പർ 1 കേരളം? അമൃത ആശുപത്രി എന്ന സ്വകാര്യ സ്ഥാപനത്തിന് നൽകാൻ കഴിഞ്ഞ ആശ്വാസം എന്തുകൊണ്ട് നമ്മുടെ സർക്കാർ മെഡിക്കൽ കോളേജുകൾക്ക് നൽകാൻ കഴിഞ്ഞില്ല? മരുന്നിനും ശസ്ത്രക്രിയയ്ക്കും പോലും രാഷ്ട്രീയക്കാരന്റെ ശുപാർശ വേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ പൊതുജനാരോഗ്യ മേഖല കൂപ്പുകുത്തുകയാണോ? ഈ ചോദ്യങ്ങൾ ഒരു കഴുകനെ പോലെ നമുക്ക് ചുറ്റും വട്ടമിട്ട് പറക്കുകയാണ്. വാഗ്ദാനങ്ങളല്ല, പ്രവൃത്തിയാണ് ജനങ്ങൾക്ക് വേണ്ടത്. ഉഷയുടെ മകന്റെ വാക്കുകൾ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ആ വാക്കുകൾ കൂടി ചേർക്കുന്നു. നമുക്കിവിടെ KC വേണുഗോപാൽ സാറിനോടും അമൃത ഹോസ്പിറ്റലിനോടും എല്ലാവരോടും നമുക്ക് നന്ദിയേ ഉള്ളൂ. ഇത്തരം നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നതിനും സഹായിച്ചതിനും കൂടെ ഉണ്ടായതിനും എല്ലാത്തിനും നമുക്ക് നന്ദിയുണ്ട്. നല്ലൊരു ആശ്വാസമുണ്ട്. കാരണം ഇത്രയും ദിവസമായിട്ട് നമ്മൾ കുറെ കഷ്ടപ്പെട്ടതും ബുദ്ധിമുട്ടെല്ലാം നമുക്ക് മാറി കിട്ടിയിട്ടുണ്ട്. നമുക്ക് സന്തോഷമുള്ളൂ. സർക്കാർ ചികിത്സാ ചെലവ് വഹിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് മന്ത്രി വിളിച്ച് സംസാരിച്ചിരുന്നു. പക്ഷേ അതിനുശേഷം ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലോ സംസാരം ഉണ്ടായിട്ടില്ല. ഇല്ല, നമുക്കിവിടെ KC വേണുഗോപാൽ സാർ അവരാണ് വിളിച്ചിവിടെ സംസാരിച്ച് ഇവിടെ കാണാൻ വന്നതും അവർ നോക്കിയതും ചികിത്സാ ചെലവ് എല്ലാം നോക്കിയതെല്ലാം അവരാണ്. സോ നമുക്ക് അവരോട് നല്ല നന്ദിയുണ്ട്. സർക്കാർ നമ്മളെ ഒരു വട്ടം വിളിച്ചു, പിന്നെ റെസ്പോൺസും കാര്യങ്ങളും ഫോളോ അപ്പ് ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു വട്ടം വിളിച്ച മന്ത്രി സംസാരിച്ചായിരുന്നു, അല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇത്രയും ദിവസമായിട്ടും ഒരു വട്ടം നമ്മുടെ MLA വിളിച്ചായിരുന്നു, H സലാം വിളിച്ചായിരുന്നു. അതല്ലാണ്ട് വേറെ ആരും ആരോഗ്യവകുപ്പിൽ നിന്നാണെങ്കിലും വേറെ സ്ഥലത്തുനിന്നൊന്നും നമ്മളാരും വിളിച്ചിട്ടില്ല. ഇല്ല, നമുക്ക് ഇവിടെ കിടക്കുന്നതുകൊണ്ട് ഒന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ചെന്നിട്ട് പോലീസ് അവിടെ കണക്ട് ചെയ്യണം എന്നാണ്. അവിടെ ഹോസ്പിറ്റലിൽ വീട്ടിൽ ചെന്നിട്ട് എല്ലാം നോക്കണമെന്നാണ്. എല്ലാ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, നമ്മളെല്ലാവരും മനുഷ്യരെ, എല്ലാവർക്കും മനസ്സിലാവുമല്ലോ, എല്ലാവരും കാണട്ടെ എന്താണ് ചെയ്തതെന്ന് എല്ലാവരും കാണുന്നുണ്ടല്ലോ. നമ്മൾ കള്ളത്തരമൊന്നും കാണിക്കുന്നില്ല. ഇതുവരെ തോന്നിയിട്ടില്ല. ഇനി നമുക്കൊരു പ്രതീക്ഷയുണ്ട് നമ്മുടെ കൂടെ കാണുമെന്ന്. ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനിയെങ്കിലും കാണുമെന്ന് നമുക്കൊരു പ്രതീക്ഷയുണ്ട്. ഒരുപാട് സമരം ചെയ്യേണ്ടി വന്നു, കയറി ഇറങ്ങേണ്ടി വന്നു. ഒരു അനുഭവം മുന്നിലുണ്ട്. സോ അവരുടെ അനുഭവം നമുക്ക് വരാതിരിക്കണം നമ്മുടെ പ്രാർത്ഥനയാണ്. എല്ലാവർക്കും ഒരേപോലെ അനുഭവിക്കണമെന്നില്ലല്ലോ. നമ്മുടെ ഭാഗ്യത്തിന് നമുക്ക് നല്ല ചികിത്സ കിട്ടി. നമുക്ക് ഏറ്റവും ബെറ്റർ അതായിരുന്നു. നമുക്കത് കിട്ടി, നമ്മുടെ ആശ്വാസമാണ്. ചികിത്സയുടെ സമയത്തും സർക്കാരിന്റെ ഭാഗത്ത് ഇടപെടലൊന്നും ഉണ്ടായിട്ടില്ല. അന്ന് മന്ത്രി വിളിച്ചപ്പോൾ ഇവിടുത്തെ ചികിത്സയിലൊക്കെ നോക്കും, വിളിക്കും, സംസാരിക്കുന്നു. പക്ഷെ നമുക്കറിയത്തില്ല ഇവിടെ വിളിച്ചിട്ടുണ്ടോ ഇല്ലയോ, നമുക്കറിയത്തില്ല. നമ്മളെ പേഴ്സണലായിട്ട് ഒരു വട്ടം വിളിച്ചിട്ടുള്ളൂ, ഒരു വട്ടം വിളിച്ച് സംസാരിച്ചു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് വേറെ വിളിച്ചതും എനിക്കറിയത്തില്ല കേട്ടോ. അത് നമുക്ക് ഇനി 17-ാം തീയതി ഒന്നും കൂടി ഇവിടെ വന്നിട്ട് ചെക്കപ്പ് ഉണ്ട്. പിന്നെ സ്റ്റിച്ച് എടുത്തിട്ടില്ല. സ്റ്റിച്ച് ഇവിടെ വന്നിട്ട് ഒന്നും കൂടെ അത് നോക്കി എന്നിട്ട് എടുക്കത്തുള്ളൂ. അതിന് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടോ, ചെറിയ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പം അത് നല്ല രീതിയിൽ